കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കും വേണ്ടി ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്നത്തെ തിരച്ചിൽ മണ്ണിടിച്ചിൽ പൊട്ടിവീണ ഇലക്ട്രിക് ടവറിന്റെ ഒരു ഭാഗവും ഒരു കെട്ട് കയറും കണ്ടെത്തി. നാവികസേനാ സംഘം മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് കയർ കിട്ടിയത്. കണ്ടെത്തിയ കയർ അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് വാഹനത്തിന്റെ ഉടമ മനാഫ് പറഞ്ഞു. ഇനിയും നീളത്തിൽ കയറുണ്ട്. ഇതിന്റെ അറ്റം പിടിച്ചുപോയാൽ ലോറിയിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ തിരിയുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും മനാഫ് പറഞ്ഞു. അതേസമയം തിരച്ചിലിന് വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയായിരിക്കുകയാണ്. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലകളിലും തീരദേശ കർണാടക ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇത് ഷിരൂരിലെ തിരച്ചിൽ പ്രതിസന്ധിയിലാക്കിയേക്കും. ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് തടസ്സമാകും. ശക്തമായ മഴ തുടർന്നാൽ ഡ്രെഡ്ജിംഗ് എളുപ്പമാകില്ല. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വർദ്ധിച്ചാൽ ഡ്രെഡ്ജർ പ്രവർത്തിക്കുന്നിടത്തും തടസ്സം നേരിടാം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നാവികസേനയാണ് രംഗത്ത്. 3 അംഗ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ സേനാംഗങ്ങൾ സ്ഥലത്തെത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ലോഹ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംഘം. 4 പോയിന്റുകളിലാണ് പ്രത്യേകമായി പരിശോധന നടക്കുന്നത്. സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ നേവിയുടെ ഡ്രൈവർമാർ പ്രദേശത്തെത്താനാണ് സാധ്യത. ഡ്രെഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഗംഗാവലിയിൽ നിന്നും ഞായറാഴ്ച കണ്ടെത്തിയ അസ്ഥിഭാഗം ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. നേവി മാർക്ക് ചെയ്ത സ്ഥലത്ത് പുറമെ ഈ അസ്ഥി കണ്ടെത്തിയ ഭാഗവും വ്യക്തമായി പരിശോധിക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സ്ഥലത്തെത്തും. ഓഗസ്റ്റ് 17-നാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഡ്രെഡ്ജർ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കുമെന്നതായിരുന്നു പ്രശ്നം. പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഡ്രെഡ്ജിങ്ങിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാർ വഹിക്കും.